പത്തനംതിട്ടയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് അവിടെ പോലീസ് സ്റ്റേഷനുണ്ടല്ലോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ വന്നിട്ടാണെങ്കിൽ അവിടുത്തെ ഓഫീസറൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അയാളോട് തരത്തിലും അടുക്കുന്നതൊന്നുമില്ല. അയാളാണെങ്കിൽ വാശിയിൽ തന്നെയാണ് നമ്മളെ നയനെ ഒരു ദിവസമെങ്കിലും അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുക എന്നുള്ളൊരു വാശിയിൽ തന്നെയായിരുന്നു അയാൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ പിന്നെ പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദർശനെ കാണുകയും ആദർശനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദർശനത് പറയുന്നുണ്ട്, ആദർശേട്ടാ നിങ്ങൾ എന്തായാലും ഒരു ദിവസം ഒന്ന് സങ്കടം സഹിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും ആ ഓഫീസറാണെങ്കിൽ ഒട്ടും അടുക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നാളെ ഒരു ദിവസം കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ തന്നെ നയനേട്ടത്തിക്കാണെങ്കിൽ ജാമ്യം എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ സഹിക്കും, എനിക്ക് പറ്റത്തില്ലടാ. കാര്യം വെച്ചാൽ അവൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവൾ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലൊക്കെ കിടത്തുന്നതെന്നൊക്കെ അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ സങ്കടത്തോടെ നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, ആദർശേട്ടാ ഇതിപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ പരിപാടി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ശത്രുക്കളുടെ ആളാണെന്ന് തോന്നുന്നു ഈ പോലീസ് ഓഫീസർ. അതുകൊണ്ടായിരിക്കും അയാൾ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ കടുപ്പിടുത്തം പിടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മൾ നവീനൊരു ഒരു ഫോൺ കോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെ ആരെയല്ല, നമ്മളെ നവ്യയുടെ ഫോണായിരുന്നു. അപ്പോഴത്തേക്ക് നവ്യയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നവീനെ വിളിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ അനിയത്തിയെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നവ്യയാണെങ്കിൽ നവീനെ വിളിക്കുന്നത്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നവീൻ്റെ അടുത്ത് പറഞ്ഞൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നീ എനിക്കും കൂടെ ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആദ്യം നയനെ പുറത്തിറക്കാതിന് ശേഷം പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നവ്യ പറയുന്നുണ്ട്, ഇതിനകത്താണെങ്കിൽ ഇപ്പം കളിച്ചിരിക്കുന്ന ജ്വല്ലറിക്കാരാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സ്വർണം വെച്ചിരിക്കുന്ന കാര്യത്തിൽ അവർക്കും ഒരു പങ്കുണ്ട്, അതുപോലെ തന്നെ അബിക്കും അതിലൊരു പങ്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നവീൻ പറയുന്നുണ്ട്, ജ്വല്ലറിക്കാരാണെങ്കിൽ ഇവരെ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണെങ്കിൽ നയന സഞ്ചരിച്ച കാറിലാണെങ്കിൽ നിനക്ക് സ്വർണവും കാര്യങ്ങളൊക്കെ വെച്ചാണെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നവീനാണെങ്കിൽ കോടതിയിൽ തെളിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ നയനയുടെ കേസിലാണെങ്കിൽ ജയിച്ചു വരികയൊക്കെ ആ സമയത്ത് നമ്മൾ നയനെ പുറത്തിറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മൾ നവീൻ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ എനിക്കൊരു ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഈ കേസിൽ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ഉള്ള ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ദൈവാനുഗ്രഹം കണക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് ആ ഒരു സ്ത്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അതേ കണക്ക് ഇവിടെ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അതാരാ നവീനെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇത്രയും മനസ്സ് കാണിച്ചത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നവീൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നവീൻ പറയുന്നുണ്ട്, ആ ആളെ കാണണമെങ്കിൽ നിങ്ങളൊരു കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ആ ആൾ ഇവിടെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നയനയും ആദർശവും ആ ഒരാളെ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹത്തോടെയൊക്കെ അവരോട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളെ നവ്യ അവിടെ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പം നമ്മൾ നവ്യയെ കാണുമ്പോഴത്തേക്കാണെങ്കിൽ ഇവരാകെ ഒന്ന് ഷോക്ക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നവീൻ പറയുന്നുണ്ട്, വേറെ ആരുമല്ല, എനിക്ക് നിന്നെ ഇറക്കാനുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നിൻ്റെ ചേച്ചി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ആ ഒരു നല്ല സുന്ദര മുഹൂർത്തം നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്ന കണക്ക് നമ്മളെ നവ്യയാണെങ്കിലും നയനയെ തിരിച്ചറിഞ്ഞിട്ടാണെങ്കിലും അവർ തമ്മിൽ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദർശനാണെങ്കിൽ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാര്യം ഒന്നും വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. നവ്യ ഇത്രയും നാൾ ശത്രുക്കളൊക്കെ കണക്ക് പെരുമാറിയിട്ട് എങ്ങനെ പെട്ടെന്നാണെങ്കിൽ നവ്യ ആണെങ്കിൽ ഈ ഒരു നയനെ സഹായിക്കാനുള്ള ഒരു മനസ്സും കാര്യങ്ങളൊക്കെ എന്താ കാണിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ നമ്മൾ ആദർശനുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സത്യം മനസ്സിലാക്കിയോ, എന്താണ് സംഭവം എന്നൊന്നും അവർക്കറിയാൻ വയ്യ. അപ്പോൾ അവിടെ എന്താണ് അത്ഭുതം നടന്നതെന്നൊക്കെയുള്ള ആലോചനയൊക്കെ നമ്മൾ ആദർശനാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വേറെ കാര്യങ്ങളൊന്നുമല്ല, നമ്മളെ മുത്തശ്ശനാണെങ്കിൽ മറച്ചു വെച്ചിരുന്ന എല്ലാ സത്യങ്ങളാണെങ്കിലും നവ്യയുടെ അടുത്താണെങ്കിലും തുറന്ന് പറയാൻ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ നവ്യയാണെങ്കിൽ നയനയും ആദർശം തെറ്റുകാരല്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലും കാര്യത്തിലൊക്കെയാണ് നമ്മൾ നവീന് വഴി നമ്മളെ നയനയെ രക്ഷിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ഒരു വലിയ രഹസ്യമാണെങ്കിലും നവ്യയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ നവ്യയെ മുന്നിട്ട് ഇറങ്ങി നിന്നിട്ടാണ് ഈ വലിയ പ്രശ്നത്തിൽ നിന്നാണെങ്കിൽ നയനയെ രക്ഷപ്പെടുത്തിയൊക്കെ എടുത്ത് അവർ ജയിച്ചൊക്കെ അവർ പുറത്തിറങ്ങിയൊക്കെ ചെയ്തത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളും, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.